ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ആംപപ്പട് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ വിചാരിച്ചൊരു സാധനമല്ല, സെയിൽ ചെയ്യണമെന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വേണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അത് പ്രീ ഓർഡറും കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രീ ഓർഡർ കിട്ടിയത് ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ഓർഡർ ചെയ്ത സാധനം എത്തിക്കണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ റനക്കുട്ടി ക്ലാസ്സിലേക്ക് പോയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. പിന്നെ അതിന് ശേഷം ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി പേര് ചോദിക്കണ്ടായിരുന്നു എന്താ റനക്കുട്ടി പോയിട്ടുള്ള വിശേഷങ്ങൾ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ഞാൻ ആകെ കട്ട ശോകത്തിലായിരുന്നു. ആകെ കരഞ്ഞ് അലമ്പാക്കി, ആരോടും മിണ്ടാതെ ഒരു ഭാഗത്ത് ഇങ്ങനെ മൂലക്ക് പോയിരുന്നിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുമ്പ് എനിക്ക് വിഷമം ഉണ്ടാക്കിയൊരു സംഭവം, നമ്മൾ റനക്കുട്ടി പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. പക്ഷെ അതിൽ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് അവളുടെ എത്ര മുടികൾ പുറത്ത് കാണുന്നുണ്ടെന്ന് എണ്ണുന്ന തിരക്കിലായിരുന്നു ഈ സമൂഹത്തിലെ ഒരു കൂട്ടം വിഭാഗത്തിലുള്ള ആൾക്കാർ. അവളിൽ എന്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, അത് പറഞ്ഞ് ആസ്വദിക്കാം എന്ന രീതിയിലേക്കും, പിന്നെ അതിലൂടെ അങ്ങനെ പറയുന്നതിൽ ഇവർ പറയുന്നത് സിലു ഭയങ്കര ദീനും കാര്യങ്ങളും ഒക്കെ പറയലാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് മകളിൽ അത് കാണുന്നില്ല, എന്നാൽ പിന്നെ ഇവളും തല മറയ്ക്കണ്ട, ഞാൻ തല മറയ്ക്കണ്ട, മകൾ മറയ്ക്കുന്നില്ലല്ലോ. അതായത് ഒരാൾ മറച്ചില്ലെങ്കിൽ വേറൊരാൾ മറയ്ക്കണ്ട എന്ന് പറഞ്ഞ് ഇവരൊരു നിയമം ഉണ്ടാക്കുന്ന പോലെയൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് എത്ര പേരോട് ഞാൻ തല മറിച്ച് നടക്കുമെന്ന് ഞാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ 5 നേരം നമസ്കരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ എൻ്റെ വീഡിയോ ഏതിലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ തല മറയ്ക്കുന്ന പോലെ നിങ്ങൾ മറയ്ക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നു, പക്ഷെ അത് ജീവിതത്തിൽ കാണുന്നില്ല എന്ന്. എന്ത് മോട്ടിവേഷനാണ് ദീനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താ വിചാരിച്ചത്? നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് എന്തും പറയാം. അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ളൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കയറി എൻ്റെ ലൈഫിൽ എന്തും പറഞ്ഞാൽ എന്തും കേൾക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു പെണ്ണാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ഈ ഇതിലുള്ളത് എന്നോ ചിലർ പറയണു നീ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നതും കാണും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും പഠിച്ചവനും തമ്മിൽ മാത്രം അന്ന് പരലോകത്ത് വെച്ചിട്ട് ഇതാവുന്നൊരു സംഭവമാണ്. നിങ്ങൾ എന്തിനാ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്? നിങ്ങൾ ഒരു മുറിയിനകത്തിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഒരു ഫോണ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും മാന്യമായിട്ടുള്ളൊരു വസ്ത്രം ധരിച്ച് നല്ല കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ കുറച്ച് പെൺകുട്ടികളോട് നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങൾ നല്ലൊരു ജോലി നേട്, സ്വന്തമായിട്ട് അധ്വാനിക്കുക, ആരുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരരുത്, നിങ്ങൾ സൂയിസൈഡ് ചെയ്യരുത്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ഇത് ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എപ്പോഴാണ് നിങ്ങളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട് ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ടുള്ളത്? എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം അറിയാനായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാറ്റിനും ഒരു വ്യക്തി സ്വാതന്ത്ര്യം പടച്ചോൻ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. പടച്ചോനക്ക് എന്താ എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? എല്ലാവരുടെയും മനസ്സിൽ ഒരേ അളവിലുള്ള ഈമാൻ ഇട്ടു കൊടുക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? എല്ലാവർക്കും വ്യക്തമായിട്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമ്മൾക്ക് പറയാൻ പറ്റും, എനിക്ക് അവകാശപ്പെട്ട ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റും. അവർ എന്നെ പേടിച്ചിട്ട് ചെയ്യുന്നതും പഠിച്ചവനെ പേടിച്ചിട്ട് സ്വന്തമായിട്ടൊരു ബോധം വന്നിട്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ലേ? എൻ്റെ പൊന്നു മക്കളെ, എന്താ പറഞ്ഞാൽ എൻ്റെ മക്കളെയൊക്കെ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്, ഇങ്ങനെയാണ് വളർത്തുന്നത്. മക്കളുടെ വളർത്ത് കാര്യമൊന്നും എന്നോട് പറയണ്ട. നിങ്ങളുടെ ഒക്കെ മക്കൾ പഠിക്കുന്ന പോലെയുള്ള ഒരു കോളേജിൽ കുറേ ദിവസം ഡെയിലി പോയിട്ട് വന്ന എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കുട്ടി കോളേജിലെത്തിയതും ഈ പറഞ്ഞ നിങ്ങളുടെ ഹിജാബ് ഊരൂല, ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുമോ? ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് പൊക്കിയിട്ട് എൻ്റെ മോളിനെ എൻ്റെ മോൾ അഴിഞ്ഞാടി നടക്കുന്നു അല്ലെങ്കിൽ വേറെന്തോ കാണിക്കുന്നു എന്നുള്ള പോലെ പറയാനുള്ള അവകാശം ഈ ഭൂമിയിൽ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തമ്മിലായി. എൻ്റെ മോളോട് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മോളോട് എന്തെങ്കിലുമൊക്കെ പോയി പറയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ തെളിവ് കാണിച്ചു തരണോ?
റാനക്കുട്ടി നീ തട്ടെട്, നീ മുടി കാണിക്കല്ലേ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്തി നിങ്ങളെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് എവിടെയെങ്കിലും നിർബന്ധമുണ്ടോ? അവളായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെൺകുട്ടികൾ കോളേജിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണെന്നും വന്നതിന് ശേഷം എങ്ങനെയാണെന്നും മറ്റുള്ള ആൺകുട്ടികളോട് എങ്ങനെയാണെന്നും ഇവർ ഈ ഷോളൊക്കെ അങ്ങോട്ട് ഊരി ആ മുടിയൊക്കെ അങ്ങോട്ട് പറപ്പിച്ച് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച്, ഇപ്പോൾ ലിപ്സ്റ്റിക്കിനെയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നേരിട്ട് കാണണം. നിങ്ങളുടെ ഒക്കെ മക്കൾ അതിൽ ഉൾപ്പെടും. അപൂർവം ചില വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ആ ഹിജാബ് ഊരാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓരോരുത്തർ ചെക്കന്മാരെ മടിയിലൊക്കെയാണ് കയറിയിരിക്കലും സംസാരിക്കലും ഒക്കെ. ഒന്നും അറിയാതെ അങ്ങോട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് അങ്ങോട്ട് പറയന്നെ, ഇവള് ദീനിയായിട്ട് നടക്കുന്നു, മക്കൾ നടക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ചെറിയ കുട്ടിയാണെന്നുള്ള അറ്റ്ലീസ്റ്റ് ആ ഒരു ഇതെങ്കിലും നിങ്ങൾ കൊടുത്തൂടെ? നിങ്ങളൊക്കെ ജനിച്ച ഉടനെ ഹിജാബും ചുറ്റി ജനിച്ച ആൾക്കാരാണോ? അല്ലല്ലോ. പിന്നെ അവള് ഹിജാബ് ഇട്ടില്ല, അല്ലെങ്കിൽ അവളുടെ ഒരു 14 മുടി പുറത്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളാരും നരകത്തിലേക്കൊന്നും പോകില്ലല്ലോ. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ മക്കളെ കുറിച്ചിട്ട് ആരെയെങ്കിലും ആ മക്കൾ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ സമൂഹത്തിനോ നാട്ടിനോ രാജ്യത്തിനോ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ മക്കളെ വളർത്താതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അതായത് അവരൊരു മനുഷ്യനാവുക. ഒരാൾ മരിക്കാൻ കിടക്കുന്നുണ്ടോ, പെട്ടെന്ന് അവർ പോയി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അത് നമ്മൾ നോക്കുക. അല്ലാതെ നിങ്ങൾ ഒരു തട്ടത്തിൽ ഇടയിൽ കൂടെ 4 മുടി കണ്ട ഉടനെ പഠിച്ചോ നിങ്ങളെ പിടിച്ചിട്ട് നരകത്തിലിടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പഠിച്ചവൻ അത്ര ക്രൂരനാണോ? നന്മയും തിന്മയും അളന്നിട്ടല്ലേ ഓരോ മനുഷ്യനെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നിശ്ചയിക്കുന്നത്. ഞാൻ ഖുറാൻ ക്ലാസ് എടുക്കുന്ന ഒരാളല്ല, പക്ഷെ ഇതൊക്കെ നിങ്ങളാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഇന്നാളൊരു കമൻറ്റ് അടുത്തത് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? നിനക്കെന്താ ഉമ്മ എന്ന് വിളിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് കേട്ടോ. ഇസ്ലാമിൽ ഉമ്മ എന്ന് വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ, ഏത് ഖുറാൻ ആയത്തിലാണ് നിങ്ങൾ ഉമ്മ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു? കേരളത്തിന് പുറത്തൊരു രാജ്യമുണ്ടെന്നും ലോകമുണ്ടെന്നും മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഈ കേരളത്തിന് പുറത്ത് മലയാളത്തിന് പുറമെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. അവരിലും മുസ്ലിംസ് ഉണ്ട്. അവരൊക്കെ ഉമ്മ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന മുസ്ലിംസ് അമ്മ എന്നാണ് വിളിക്കുന്നത്, ഉമ്മ എന്നല്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ മാത്രമേ സ്വർഗം അങ്ങോട്ട് വിലയ്ക്ക് വാങ്ങിയ ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരോ അമ്മ എന്ന് വിളിച്ചു പറഞ്ഞത്? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മതത്തിൻ്റെ ഭ്രാന്തുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഇവിടെയുള്ള ഹിന്ദു സുഹൃത്തുക്കൾ അവരുടെ മാതാവിനെ അമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമായിട്ടുള്ള ഒരു പെണ്ണ് അവരുടെ ഉമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദർ എന്നുള്ള സ്ഥാനത്തുള്ള ഒരാളെ അമ്മ എന്ന് വിളിച്ച് പോരുത്. കാരണം പഠിച്ചാൽ അങ്ങനെ പിടിച്ചങ്ങനെ നരകത്തിലിടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പേടിച്ചൊരു കാര്യം ഇന്നലെ കമൻറ്റിൽ വന്ന്, ഈ കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് മുസ്ലിമായി ജനിക്കാത്തത് ഭാഗ്യമായിട്ട് തോന്നുന്നു, പേടിയാവുന്നു ഇവരെല്ലാം കമൻസ് കാണുമ്പോൾ. കാരണം നിങ്ങൾ അത്രയും വികൃതമായിട്ടുള്ള രൂപത്തിലാണ് ഇസ്ലാമിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഒരു മുടി കാണുമ്പോഴേക്കും നരകത്തിലേക്ക് പോവും. അല്ലെങ്കിൽ എന്താ പറയുക, അത്ര ടഫൊന്നല്ല കേട്ടോ നിങ്ങൾ ഈ പറയുന്ന പോലെ. പഠിച്ചവൻ മനസ്സുകളിലേക്കാണ് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ, ഒരു പട്ടിക്ക് എങ്ങനെയുള്ള ഒരു സ്ത്രീ വെള്ളം കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോയെന്ന്? ആ സ്ത്രീ എങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? പിന്നെ നിങ്ങൾ ഹിജാബൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് തികഞ്ഞു എന്നാണ് വിചാരം. ആ മാതിരി ഡയലോഗ് കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളും അല്ല. നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാതെ ഞാൻ മരിച്ചു പോകുമെന്നുമില്ല. ഓക്കെ, യൂട്യൂബ് കണ്ടിട്ടല്ല ഞാൻ ജനിച്ചതും യൂട്യൂബിലല്ല ഞാൻ ജനിച്ച് വീണത്. അതിനു മുമ്പും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അതിന് ശേഷവും ഞാൻ ജീവിക്കും. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് എനിക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ കൂട്ടിക്കോ, ഞാൻ ഒരു മനുഷ്യനാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ മോളുടെ കാര്യത്തിൽ നിങ്ങൾ അമ്മാതിരിയുള്ള ഡയലോഗ്സ് അടിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെയൊക്കെ മക്കൾ പഠിക്കുന്ന കോളേജിൽ രഹസ്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ, അതായത് ഇൻവിസിബിളായിട്ട് ആരും കാണാത്ത വല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് അവിടെ എവിടെയെങ്കിലും അടുത്ത് പോയിരുന്ന് നിങ്ങളൊക്കെ പൊട്ടി തലതല്ലി ചാവും അവരൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒന്നുമില്ലെങ്കിലും എൻ്റെ മോള് എൻ്റെ മുന്നിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവൾ സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, അതിലെനിക്ക് അഭിമാനിക്കാം. അവൾക്ക് പരിപൂർണമായിട്ട് തോന്നട്ടെ, എന്നിട്ട് അവൾ ചെയ്യട്ടെ. അല്ലാതെ എൻ്റെ മുന്നിൽ എന്നെ കാണിക്കാനും നിങ്ങളെ കാണിക്കാനും നിങ്ങളെ കാണിച്ച് നിങ്ങളുടെയിൽ 4 നല്ല വാക്ക് കിട്ടുന്നതല്ല ജീവിതം.
മരിക്കുന്നവരെ നമ്മുടെ ഒന്നും കൺമുന്നിലല്ലാതെ അവർ ദൂരെ പോയി നിൽക്കുന്ന സമയത്തും അവരുടെ ഈമാൻ എത്രത്തോളം ഉണ്ട്, അത് അവരെത്രത്തോളം കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റും, എൻ്റെ മക്കൾ ആരെയും ദ്രോഹിച്ചിട്ടോ ആരെയും കുറ്റം പറഞ്ഞിട്ടോ സുഖം കണ്ടെത്തൂല. കാരണം ഞാനത് പറഞ്ഞു കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. നിങ്ങളെ ആരെയും പോലെ ആവൂല. അതുകൊണ്ട് ആ ഒരു കാര്യം വിട്ടേക്ക്. സോ അവളെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി. പിന്നെ ചോദിച്ചിരുന്നത് അവളെല്ലായിടത്തും യാത്ര പറഞ്ഞു. അവളുടെ ഫാദറിനോട്, ബയോളജിക്കൽ ഫാദറിനോട് അവൾ യാത്ര പറഞ്ഞില്ലേ, ഒന്നുമില്ലെങ്കിൽ വാപ്പല്ലേ എന്നുള്ളത് അവൾ പറഞ്ഞു. ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു സംഭവമായിരുന്നു. എക്സാം കഴിഞ്ഞ ഉടനെ ഈ പോകണം എന്നുള്ളത്. അപ്പോൾ ഈ തീരുമാനിച്ച ദിവസം തന്നെ അവൾ ഫാദറിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയിക്കോളിന്ന് പറഞ്ഞു. ഓക്കെ, നാട്ടിലുണ്ടാവില്ല, ആൾ ടൂറ് പോയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അതെന്തെങ്കിലും മാറ്റി പറയുമായിരിക്കും, അത് കുഴപ്പമില്ല. നാട്ടിലുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ തലേ ദിവസം ബയോളജിക്കൽ ഫാദർ ആണല്ലോ, അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ അറിയിക്കണമല്ലോ. സോ ഞാൻ ഫോൺ വിളിച്ചു, ഈ കാര്യം പറഞ്ഞു. അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും എനിക്ക് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രാവിലെ നേരത്തെ പോയി. അവിടെ പോയപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞില്ല, ഒരുപാട് അവിടെ വന്നിരിക്കുന്ന മിക്ക ആൾക്കാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിരുന്നു. സന്തോഷം തോന്നി, കൂടെ നമുക്ക് സങ്കടവും തോന്നി. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ഒരു മുക്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനുള്ള അവസരമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പോയ ഉടനെ ഒരുപാട് പേര് ഓടി വന്നു, സിലു അല്ലേ എന്ന് ചോദിച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ അവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞത്, ആകെ 2 പേരായിട്ട് പോയിട്ടുള്ളത് ഞാനും റനക്കുട്ടിയും മാത്രമാണ്. ബാക്കി എല്ലാവരും അവരുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. വാപ്പമാർ, ഉമ്മ, പിന്നെ വല്യമ്മ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആ കുട്ടികളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേർക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ മാത്രമായിരുന്നു 2 പേരായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലുപരി ആ വന്ന ഓരോരുത്തരും നമ്മളെ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായി. പിന്നെ ഉച്ചയ്ക്ക് വിശന്നിട്ട്, ഉച്ചയ്ക്കല്ല, നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് കീമിൻ്റെ കുട്ടികളുടെ അഡ്മിഷനായിരുന്നു ഉണ്ടായിരുന്നത്, നീറ്റ് അതിന് ശേഷമുള്ളത്. അപ്പോൾ ഈ 100 കുട്ടികൾ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. റനക്കുട്ടിക്ക് നല്ല വിശപ്പെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മെസ്സിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മെസ്സിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഇത്താത്ത ഇങ്ങനെ ടാബും പിടിച്ചിട്ട് ആരത്തോ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനെന്ന് പറയുമ്പോൾ അല്ലോ എൻ്റെ സിലു അവർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നെട്ടി. അവർ റെഡി, എൻ്റെ സിലു വന്നിരിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ എന്ന് ടാബിൽ ഇങ്ങനെ ആരത്തോ സംസാരിക്കുന്നവരോട്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ സിലു ടോക്സാ, വെറുതെ നീ പറയല്ലേ, സത്യമായിട്ടുന്നുണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയോ അവൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും സംസാരിച്ചു. പിന്നെ ഇതിൽ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ പടച്ചോൻ അത് നമ്മളിലേക്ക് എത്തിക്കുന്നു പറയുന്ന പോലെ, അയിത്താത്ത എന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഇനിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അത്രത്തോളം സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ഇടുന്ന ഒരു ഐഡി ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നെ അത്രത്തോളം വിശ്വസിച്ച് ഇതാക്കുന്ന ഒരു പേഴ്സണായിട്ട് ഹിഷാം എന്ന് പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ സംസാരത്തിൽ ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും സിലു എന്നിട്ട് ഒരു കമൻറ്റ് പറഞ്ഞു, ഒരു ചാനലിൽ ഇട്ടത്. എനിക്ക് ക്ലിക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഈ ഒരാളെ എനിക്ക് കാണണമല്ലോ, ഇത്രത്തോളം നമ്മളിൽ വിശ്വാസം വെച്ചിരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു കമൻറ്റ് ഇട്ട് ആ ഒരു ഇത്താൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. അവരായിട്ട് സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞാനുണ്ട് ഇവിടെ, ഇനി റനക്കുട്ടിക്ക് ആരും ഇല്ലയെന്ന് വിചാരിക്കേണ്ട, എന്ത് വേണമെങ്കിലും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് അവർ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഫുഡൊക്കെ നമുക്ക് കൊണ്ടുവന്നിരിക്കുക, പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റിയില്ല, നമ്മൾ താഴെ ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ റനക്കുട്ടീൻ്റെ ഇന്ന് വോയിസ് ഉണ്ടായിരുന്നു, അവൾക്ക് ലോണ്ട്രി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അലക്കി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ മനുഷ്യന്മാരെ നമ്മൾ നേടാന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ റനക്കുട്ടി എന്തിനാണ് പഠിക്കാൻ പോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീറ്റ് അവൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവൾ പോയിട്ടുള്ളത്. അവളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എന്നെ പോലെ തന്നെ എൻ്റെ ഓരോ കാര്യങ്ങളും വീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10ാം ക്ലാസ് എക്സാമിൻ്റെ സമയത്തായിരുന്നു ആ കുട്ടീൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഇതേപ്പോൾ +2ൻ്റെ സമയത്തും. അപ്പോൾ അവൾ വാങ്ങുന്ന ഓരോ മാർക്കും ബോണസ് തന്നെയാണെന്ന്. സത്യമാണ് കേട്ടോ. 10ാം ക്ലാസ്സിൻ്റെ സമയത്ത് ഒരുപാട് ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനോടനുബന്ധിച്ച് പെട്ടെന്ന് എൻ്റെ ഉപ്പ മരിക്കുന്ന ആ സമയത്തും റനക്കുട്ടിക്ക് ബോർഡ് എക്സാം ആയിരുന്നു. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്തും.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എൻ്റെ മക്കൾ നന്നായി പഠിക്കും എന്നൊന്നും ഞാനിങ്ങനെ വലിയ വീമ്പിളക്കിയിട്ടൊന്നും നടക്കുന്ന ഒരാളല്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു അവൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ശരിക്കും അവളുടെ മാർക്കും കാര്യങ്ങളും ആ സിറ്റുവേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവൾ അത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്. ഈ ഒരു എഫേർട്ടൊക്കെ എന്തിനാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്കൊരു സപ്പോർട്ടാകാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ കുട്ടി ചിന്തിക്കുന്നത്. ആ ഒരു കുട്ടീനെയാണ് നിങ്ങൾ ഒരു 4 മുടി പുറത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്കൊക്കെ കഴിയുന്നു? ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി. ഒരു മനുഷ്യനെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളൊക്കെ സ്വർഗം അങ്ങോട്ട് വിലയ്ക്ക് വാങ്ങിയിട്ട് ബുക്ക് ചെയ്ത് അങ്ങോട്ട് ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോഴും അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സമയത്തും അവരോട് നിങ്ങൾ പൊരുത്തപ്പെടൽ വാങ്ങലല്ലാതെ നിങ്ങൾക്കൊന്നും പഠിച്ചോൻ പൊരുത്തം തരൂല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒരു വിചാരമുണ്ട് നിങ്ങളെന്തോ ദാവത്ത് ചെയ്യാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നുള്ളത്. അതൊക്കെ നല്ലത്, നമ്മൾ വീഡിയോ ഇടുന്നത് മാത്രം മോശം എന്നുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ കാണിക്കുന്നു, എനിക്ക് പഠിച്ചോൻ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഫോണിൽ എടുത്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് വരും, അല്ലെങ്കിൽ FB വരും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വരും. വന്ന ഉടനെ ഇതിൽ നിങ്ങൾ സ്ത്രീകളുടെ മുഖം മാത്രമാണോ കാണുന്നത്? എല്ലാവരും പുരുഷന്മാരെ കാണുമല്ലോ. അപ്പോൾ ഇസ്ലാമിക നിയമം ഞാൻ എപ്പോഴും പറയണം, ഞാൻ കുത്തുപെടുക്കുന്ന ആളല്ല, ഞാൻ ഇസ്ലാമിക പ്രഭാഷണം നടത്തുന്ന ഒരു ചാനലും അല്ല. ഇതൊക്കെ നിങ്ങളാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എടുത്തോണ്ട് നിങ്ങളൊരു പുരുഷനെ കാണും, അപ്പോൾ നിങ്ങൾ പുരുഷനെ ആസ്വദിക്കുന്നില്ലേ? അത് തെറ്റല്ലേ? പുരുഷനെ നോക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എന്ത് നിയത്തോടെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ വായി തോന്നിയ വിധം ഇങ്ങനെ വിളിച്ച് പറയുന്നതല്ല ഒരു മാന്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ഫോണും നോക്കി ഇതിൻ്റെ ഉള്ളിൽ ആരെയൊക്കെ പ്രഭാഷണങ്ങളാണെങ്കിൽ ഒക്കെ കണ്ട് ഇങ്ങനെ ആ പുരുഷന്മാരൊക്കെ കണ്ട് നല്ല ഇങ്ങനെ സുഖിച്ച് ആസ്വദിച്ച് രസിച്ച് അവർക്കുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഒരു പെണ്ണിൻ്റെ വീഡിയോ കാണുമ്പോൾ അതിൽ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാം. പെണ്ണുങ്ങളെ കണ്ടാൽ തലതാഴ്ത്തി നടക്കണമെന്ന് പുരുഷന്മാരോട് എന്തിനാ പറഞ്ഞിട്ടുള്ളത്? പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളതല്ല, പെണ്ണുങ്ങൾ പുറത്തിറങ്ങി നടക്കും. അപ്പോൾ സ്ത്രീകളെ കാണുകയാണെങ്കിൽ അവർ തലതാഴ്ത്തണം. അതിന് പകരം ഇവന്മാരെ തലതാഴ്ത്തിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ സ്ത്രീകൾ പുറത്തേക്കേ ഇറങ്ങണ്ട, സ്ത്രീകളെ മുഖം കാണാനേ പാടില്ല, സ്ത്രീകളെ സൗണ്ട് കേൾക്കാനേ പാടില്ല. എന്തുവാ അത്? പ്രസവിക്കാൻ മാത്രമുള്ളൊരു യന്ത്രം. നിങ്ങളങ്ങനെ ജീവിച്ചോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണോ നിങ്ങൾ അങ്ങനെ ജീവിക്കുക. സ്ത്രീകൾ മുഖ്യധാരയിൽ വരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടൊരു ഡാഷൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവൻ്റെ വീട്ടിലെ സ്ത്രീകൾ ചിലപ്പോൾ മുഖ്യധാരയിൽ ഉണ്ടാവില്ല, ഒന്നിലും ഉണ്ടാവില്ല, ഇവർ അടിമപ്പെടുത്തി ജീവിക്കുന്നുണ്ടാവും. ജീവിക്കൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്, അല്ലാതെ വല്ല അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ വല്ല ഭാഗത്തോ ഒന്നും അല്ല. നമുക്കുള്ള സ്വാതന്ത്ര്യം നമ്മൾ എടുത്ത് തന്നെ ജീവിക്കും. നിങ്ങളാരും അതിൽ വന്ന് തടസ്സം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ കുറേ നിയമങ്ങളും ഇട്ടിട്ട് വരും. അതൊക്കെ എന്തിനാണെന്നറിയോ? ഈ ആണുങ്ങൾക്ക് അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർ ചെയ്യുന്ന ഒരു തെറ്റും പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളെ ഒന്നാമത് അടിച്ചമർത്തുന്നത്. സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾ ഏണിങ്സ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾ പുറത്തിറങ്ങി ജോലി ചെയ്താൽ മോശമാണ്. എന്താ സതയ്ക്കും സക്കാത്തും നിങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ഞങ്ങൾക്കൊന്നും അതിൻ്റെ പുണ്യം കൂലിയൊന്നും വേണ്ടേ? ഖുറാനിൽ ഭയങ്കര രസമുള്ളൊരു ആയത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും പറയില്ല. പുരുഷന്മാരോട് മാത്രമായിട്ടുള്ള നിയമങ്ങളൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ആയത്ത് നല്ല രസമാണ്. ഞാനപ്പോൾ പറയണമെന്നില്ല. എന്താ പറയുക, ഒരു പുരുഷനെ കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ അതിൻ്റെ സ്ത്രീലിംഗവും പറയുന്നുണ്ട്. കുറേ സംഭവങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. എന്നിട്ട് ഞങ്ങളങ്ങനെ അടിച്ചമർത്താനൊന്നും നോക്കണ്ട. എന്തൊക്കെയോ എന്തൊക്കെയോ ആയി. പിന്നെ റെനക്കുട്ടീനെ വിട്ടിട്ട് വന്നതിന് ശേഷമുള്ള ആ ഒരു ഒറ്റപ്പെട്ടുള്ള വരവും എല്ലാം കൂടെ ഞാൻ മൊത്തത്തിൽ ആകെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ എത്രത്തോളം എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന അത്രത്തോളം ഞാൻ കരയുകയും ചെയ്യും, അത്രത്തോളം ഞാൻ ബോൾഡ് ആവാനായിട്ട് ശ്രമിക്കും കേട്ടോ. അങ്ങനെ എടുത്തൊരു തീരുമാനമാണ്, ഇനി വീടിനെ ഞാൻ ഗോഡൗൺ ആക്കാൻ വിടില്ല എന്നും അത് എൻ്റെ വീടാണെന്ന് എന്നോട് തന്നെ ഞാൻ സ്വയം പറഞ്ഞതാക്കാണ്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് 2 ആളുടെയും പേരിലാണ് എന്ന് വെച്ചിട്ട് അതിൽ വേറെ ആർക്കും ഇതൊന്നുമില്ല. അത് എപ്പോഴും എൻ്റെ പേരിലേക്ക് മാറ്റേണ്ടതായിരുന്നു. വീടിൻ്റെ ലോണൊക്കെ അടയ്ക്കുന്ന സമയത്തും അടച്ചു കഴിഞ്ഞ സമയത്തും അത് പണിയെടുത്ത സമയത്തൊക്കെ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ വീട് എൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള പേപ്പർ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. വേറെയും കുറേ പ്രാരാബ്ദങ്ങൾ നമുക്കുള്ളതല്ല, അതുകൊണ്ട് മാത്രം മാറ്റാതിരുന്നതായിരുന്നു. അപ്പോൾ ഇനി വീട് അങ്ങനെ കേടുവരുത്താൻ വിടൂല എന്ന് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അധ്വാനിച്ച ആൾക്കാർക്കേ ഒരു സാധനം നാശമാകുമ്പോൾ വേദന ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് അത് എങ്ങനെ നശിച്ചു പോവുകയാണെങ്കിലും ഒരു വേദന ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതിങ്ങനെ കാലാകാലം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും.
ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് അത് കിടക്കട്ടെ എന്ന് ഒരു സൈഡിൽ വിചാരിച്ചിരുന്നെങ്കിലും പക്ഷേ ഞാൻ ഒരു ഭാഗത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി, ഇവരുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ. ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, സിലുവിൻ്റെ സൈഡും തെറ്റുണ്ട്, കാരണം ഉത്തരവാദിത്വം ഇല്ലാന്ന് കാണുന്ന സമയത്ത് എന്തിനാണ് ഇത്രയും മക്കളെന്ന് ചോദിച്ചിട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നൊരു സംഭവമുണ്ട്. ആ മക്കൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഇന്നേ വരെ കാണുന്നത്. ആ മക്കൾ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ശരിക്കും ഒരു ശൂന്യമായിട്ടുള്ളൊരു സംഭവം. പക്ഷെ നിങ്ങൾ പറഞ്ഞതിലൊരു വാസ്തവമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്യേണ്ടതും എൻ്റെ റെസ്റ്റും ഒന്നും ഇല്ലാതായി. അതൊരു വാസ്തവം തന്നെയാണ്. മക്കളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് 2 പേര് ചെയ്യേണ്ട ബാധ്യത ഒരാൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാധ്യത കൂടും, നമുക്ക് ടെൻഷൻ കൂടും, കാലാകാലം നമുക്ക് പണിയെടുക്കേണ്ടി വരും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എല്ലാം റെഡിയാവും, എങ്ങനെയെങ്കിലുമൊക്കെ റെഡി ആവണമല്ലോ. ആവാതെ എവിടെ പോവാൻ? അധ്വാനിക്കുന്നവരെയൊന്നും പടച്ചോൻ അങ്ങനെ കൈവിടൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെന്താണ്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം അതൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ, അതായത് നമുക്ക് എത്രത്തോളം പ്രയാസവും ബുദ്ധിമുട്ടും വരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആണെന്നാണ്. പക്ഷെ ഞാൻ ഇത്രത്തോളം സ്ട്രോങ് ആവണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വയ്യ. പക്ഷെ അതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് അറിയുന്ന ആ പടച്ചവനാണ് നമുക്ക് ആ ഒരു പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ എവിടെയും വീഴാതെ പിടിച്ചു നിൽക്കാൻ ആ പടച്ചവനോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ചില സമയം നമുക്ക് തോന്നും നമ്മുടെ പ്രയാസങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയാലോ എന്നൊക്കെ. അതൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കുന്നതാണ്. ആ സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ പ്രയാസത്തിൻ്റെ 1000 മടങ്ങിന് നമുക്കെന്തോ നല്ലൊരു കാര്യം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒറ്റപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. അത് ആ പറയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. എല്ലാത്തവരിങ്ങനെ ചിന്തിക്കും, പോയി മോള് പോണതിനാണ് ഇത്രയും ഓവർ സീൻ ഇടുന്നതെന്നൊക്കെ. പക്ഷേ ഒരു ഒറ്റപ്പെട്ട ഒരാൾക്ക് ശരിക്കും കൈത്താങ്ങായിട്ട് ഒരാൾ ഉള്ളത് അവർ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഈ ഒരു 20 വർഷ ജീവിതത്തിൽ എൻ്റെ 19 വർഷത്തോളം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവൾക്ക് 19 വയസ്സല്ല. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ, ഞാൻ എന്തൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ടോ അതീ ഈക്വൽ സംഭവം അവളൊരു മകൾ എന്ന രീതിയിൽ അവളും എൻ്റെ കൂടെ തന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് അറിയാം എന്നെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടത് ഈ ദിവസങ്ങളിലാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് വേറെ ആരെയും നഷ്ടപ്പെട്ട സമയത്തൊന്നും ഞാൻ ഇത്രത്തോളം കരയുക അല്ലെങ്കിൽ വിഷമം ഉണ്ടാവുക ഒന്നും ആയിട്ടില്ല. കാരണം അതൊക്കെ ഗ്രാജുവലി ഉണ്ടായ ഒരു സംഭവമായതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അത് അഡാപ്റ്റ് ചെയ്തു. എനിക്ക് ആരുമില്ല, എനിക്ക് ഞാനേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഗ്രാജുവലി നടന്നതായതുകൊണ്ട് വലിയ ഇതുണ്ടാവില്ല. അത് ശീലിച്ചു എന്ന് വേണം പറയാൻ. ആ ഒരു വിഷമം നമ്മൾ ശീലിച്ചു. പക്ഷെ പെട്ടെന്ന് റനക്കുട്ടീനെ നഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും ഒരു 2 ദിവസത്തിലുള്ള തീരുമാനമായിരുന്നു ഇവൾ പെട്ടെന്ന് ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകുന്നുള്ളത്. അത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എന്നെ ശരിക്കും എത്തിച്ചു. ഞാൻ 2 ദിവസം മുമ്പാണിത് പറയണതെങ്കിൽ എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല, ഇങ്ങനെ വീഡിയോന് മുന്നിൽ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതിരുന്നത്. ശരിക്കും എൻ്റെ ശരിക്കുള്ളൊരു പാർട്ട്ണർ എനിക്ക് നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ഈ ഒരു 2 ദിവസത്തിലായിരുന്നു. അത്രത്തോളം വിഷമങ്ങൾ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി. കാരണം റനക്കുട്ടി എന്നെ ഞാൻ അറിയാതോ അറിഞ്ഞോ, ഇപ്പോൾ മക്കളുടെ കാര്യം എനിക്ക് ചില സമയം മൈഗ്രെയിൻ്റെ തലവേദനിച്ചിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഉറക്കമൊന്നും ശരിയല്ലാത്തതുകൊണ്ടും ടെൻഷനൊക്കെ കൂടുന്ന സമയത്തും വരുന്നതാണ്. അപ്പോൾ ഇവളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് AC എല്ലാം ഇട്ട്, ചിലപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല, കുട്ടികളെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിടും. പിന്നെ എൻ്റെ അടുത്തേക്ക് അവരെ വിടൂല. ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ, ആ ഒരു റെസ്റ്റ് അമ്മയ്ക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹയാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ചോദിക്കും, ആ ഒരു ലേഡി എത്രത്തോളം സ്ട്രഗിൾ എടുത്തിട്ടാണെന്ന് അറിയോടാ നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ളത് ഏതൊരാളുടെയും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എത്ര തന്നെ ഒരാൾ സ്ട്രോങ് ആണ്, ബോൾഡാണ്, ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്, അതിപ്പോൾ വാപ്പയായിട്ടോ അല്ലെങ്കിൽ ഉമ്മയായിട്ടോ അല്ലെങ്കിൽ ചിലർക്ക് ഭാഗ്യമുള്ളവർക്ക് പാർട്ട്ണറായിട്ട് കിട്ടും. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മകളായിട്ട്, ഒരു അനുഗ്രഹമായിട്ടാണ്, അൽഹംദുലില്ലാ. അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോഴാണ്
ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടത്. ബാക്കി എല്ലാവരും നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്നും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലാതെ ഒന്നും അത്രത്തോളം നമ്മൾ നന്നാവാനും വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥത കാണിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ വിശ്വസിച്ച് പോകും ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതൊക്കെ ചുമ്മാതാ, വെറുതെ. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാ മക്കളും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഉയർന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തട്ടെ. എൻ്റെ മോള് ഇപ്പോൾ പോയിരിക്കുന്നത് അവൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ട് ആവണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒരിക്കലും ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ മക്കൾ ആര് എപ്പോൾ എങ്ങനെയാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെയും ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, അൽഹംദുലില്ലാ. അവർക്ക് ആരുടെയും മുന്നിൽ കരഞ്ഞു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ മുന്നിലത്തെ ഇപ്പോഴത്തെ ലക്ഷ്യം. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ നഷ്ടം എനിക്ക് നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഒരാളില്ല എന്നുള്ളത് നന്നായിട്ട് അറിയുന്നുണ്ട്. എൻ്റെ പ്രയാസങ്ങൾ ഇത്രയും ദിവസം ഞാൻ എങ്ങനെ എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നൊന്നും ചോദിക്കാനോ പറയാനോ പോലും ആരും ഇല്ല. അല്ലെങ്കിൽ അറിയുന്നവർ പോലും നമ്മളെ വെറൊരു മെഷീനായിട്ട് മാത്രം കണ്ടിട്ട് അവളെങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തോളും, അത് അവളുടേത് അവൾ നോക്കിക്കോളും എന്നുള്ള പോലെ ഉണ്ടാവുമ്പോൾ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വരൂലാലോ എന്ന് തോന്നി. അപ്പോൾ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ അധികം ഒന്നും ചെയ്യാതെ കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഓടി നടന്ന് ഇവർക്ക് സമ്പാദ്യം മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവസാനം സമ്പാദ്യം മാത്രം വെച്ചിട്ട് ഞാനില്ലാതായ എൻ്റെ മക്കൾ അനാഥയായി കഴിഞ്ഞാൽ ഈ മക്കളെ ടേക്ക് കെയർ ചെയ്യാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല. എൻ്റെ അമ്മ ഉണ്ടാവും, പക്ഷേ അമ്മ എത്ര കാലം ഉണ്ടാവും പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് കുറച്ച് ജീവിക്കാനുള്ളതാക്കിയിട്ട് വീടിനുള്ളിൽ നമുക്കൊന്നുമില്ലെങ്കിലും ആരും അറിയാനൊന്നും പോകുന്നില്ല, സമാധാനത്തിൽ ജീവിക്കാമല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നവർ, പിന്നെ കുറ്റപ്പെടുത്തുന്നവരും അങ്ങനെയുള്ളവർക്കൊക്കെ ജീവിതത്തിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ റീച്ച് കൂട്ടി പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാനോ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ട് ഇന്നേ വരെ ആരോടും ഒരു നുണയും ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഞാനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പലതും പറയാതെയും ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ഒരുമിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നവരോട്, എൻ്റെ പൊന്നു മക്കൾ, നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരുമിച്ചോ, എന്നെ വിട്. എനിക്ക് എൻ്റെ മക്കൾക്ക് ആയുസ്സോട് കൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരൊറ്റ ദിവസത്തിലെടുത്ത തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നല്ല, ഒരുപാട് മാസങ്ങളുടെ വർഷങ്ങളുടെ ഏറ്റവും അവസാനം എടുത്തൊരു തീരുമാനമാണ്. വീണ്ടും വീണ്ടും വിഡ്ഢികളെ പോലെ തന്നെ നിങ്ങൾ എന്നോട് വന്ന് പറയരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ? കാരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഭയങ്കര അങ്ങനെ കുത്തുന്ന പെയിൻ വരും. എന്തിനാണ് നിങ്ങളങ്ങനെ വേദന ഉണ്ടാക്കുന്നത്? അത്ര സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ